നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയാകുന്നു. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 1201 കുംഭമാസം 25-ാം തീയതി, അതായത് 2026 മാർച്ച് മാസം 9-ാം തീയതി തിങ്കളാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാളത്തെ സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് 6:39 അസ്തമയം വൈകിട്ട് 6:32 നാളത്തെ രാഹുകാലം തിങ്കളാഴ്ച നിങ്ങൾക്കറിയാം. കാലത്ത് 7:30 മുതൽ 9 മണി വരെയുള്ള 1.5 മണിക്കൂർ ദൈർഘ്യസമയം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് ആ 1.5 മണിക്കൂർ ദൈർഘ്യസമയത്ത് ചെയ്യാറില്ല. നാളത്തെ തിഥി കറുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാകുന്നു. കറുത്തപക്ഷം 5-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ ചന്ദ്രൻ പ്രായണ ദുർബലമായി വരികയാണ്. അങ്ങനെ ഷഷ്ഠി, സപ്തമി, പിന്നെ അഷ്ടമി ഒരു കാര്യത്തിൽ തന്നെ ഉപയോഗിക്കാറില്ല. പിന്നീട് നവമി തിഥിയാണ്. എങ്കിലും കറുത്തപക്ഷത്തിലെ തിഥി സ്വാഭാവികമായിട്ടും ചന്ദ്രൻ ദുർബലമായി വരുന്ന സമയമാണെന്ന് നമ്മൾ അറിയണം. നാളത്തെ നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. നാളെ വിശാഖം തുലാൻ രാശിയാകുന്നു. നിങ്ങൾക്കറിയാം, വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക തുലാൻ രാശിയും അവസാനത്തെ 15 നാഴിക വൃശ്ചികൻ രാശിയുമാകുന്നു. ഒരു നക്ഷത്രം എന്നാൽ 60 നാഴികയാണ്, 24 മണിക്കൂറാണ്. പക്ഷേ വിശാഖം ഒരു വലിയൊരു ശുഭകാര്യങ്ങൾക്കൊന്നും തന്നെ ആചാര്യനാൽ സൂചിപ്പിക്കപ്പെടാത്ത ഒരു നക്ഷത്രമാണ്. നാളെ വിശാഖ നക്ഷത്രത്തിൽ നിങ്ങൾക്ക്, എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക്, ഏറ്റവും നല്ലതാണ് വിഷ്ണു ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന സങ്കേതങ്ങളിൽ പ്രാർത്ഥിക്കുന്നത്. കാരണം വിശാഖ നക്ഷത്രത്തിൻ്റെ അധിപനായ ഗ്രഹം വ്യാഴമാകുന്നു. വ്യാഴത്തെ കൊണ്ടാണ് നാം ജീവോ മഹാവിഷ്ണുവോ, നാരായണനെ, മഹാവിഷ്ണുവിനെ നാം എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. അതിനാൽ നാളത്തെ ദിനം വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല, പാൽപ്പായസം അല്ലെങ്കിൽ സുദർശന പുഷ്പാഞ്ജലി വഴിപാടെ സമർപ്പിക്കാം. നാരായണ കവചവും വിഷ്ണു സഹസ്രനാമവും ജപിക്കുന്നത് വളരെ ഗുണകരമാകും. നാളത്തെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭമുഹൂർത്തം വേണമെങ്കിൽ 11:40 മുതൽ 12:30 വരെയുള്ള സമയം പകൽ ശുഭകാര്യങ്ങൾക്കായി വിനിയോഗിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.